ഹലോ ഗൈസ്, ദിസ് ഈസ് അന്ന. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിന്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ആണ്. വേക്കൻസീസ് കുറവാണ്, എന്നാലും നമുക്ക് ക്വിക്കായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഇന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 20 ജൂലൈ, ലാസ്റ്റ് ഡേറ്റ് 18. ജനറലും EWSനും 100 രൂപ ഫീസും, SC ST എക്സ് സർവീസ്മാന് ഫീസില്ല. അതുപോലെ തന്നെ ഫീമെയിലിനും ഫീസില്ല. മെയിലിനും ഫീമെയിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു വേക്കൻസിയാണ് ഇത് കേട്ടോ. വേക്കൻസി കുറവാണ്. 18 തൊട്ട് 23 വയസ്സാണ് ചോദിച്ചേക്കുന്നത്. 18/8/2024 ഡേറ്റ് വെച്ചിട്ടാണ് അവർ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് 51 മാത്രമാണുള്ളത്. പോസ്റ്റിന്റെ പേര് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ടൈലർ ആൻഡ് കോബിളർ. 10ാം ക്ലാസ് ആണ് യോഗ്യത ചോദിച്ചേക്കുന്നത്. വിത്ത് എക്സ്പീരിയൻസ് ആണ്. 10ാം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ 1 ഇയർ ITI സർട്ടിഫിക്കറ്റ് വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ ഇൻ ITI ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദി റിലേറ്റഡ് ട്രേഡും. ഹൈറ്റും ചെസ്റ്റും റണ്ണിങ്ങും ലോങ് ജമ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പോസ്റ്റ് നെയിമും ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ചില പോസ്റ്റുകളിൽ ലൈക്ക് SCക്ക് കോൺസ്റ്റബിൾ ടൈലർ മെയിലില് വേക്കൻസി ഇല്ല, OBCക്ക് ഇല്ല. ഇവിടെ ജനറലിനാണ് കൂടുതൽ വേക്കൻസീസ് ഉള്ളത്. ടോട്ടൽ 16 വേക്കൻസി ഉണ്ടെങ്കിലും SCക്കും OBCക്കും ഇവിടെ ഇല്ല. അതുപോലെ പല കാറ്റഗറികളും ഉണ്ട്. അത് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കി പോകണം കേട്ടോ. ഇവിടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ഉണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം അതിനപ്പുറത്ത് ലോഗിന്റെ കോളം ഉണ്ട്. അവിടെ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ലിങ്ക് ഷെയർ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഷോർട്ടായിട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എസ്പെഷ്യലി നോക്കിക്കോണം കേട്ടോ, നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, അതിനനുസരിച്ച് വേക്കൻസി എത്ര ഉണ്ട് അത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇവിടെ ലിങ്ക് തന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. പേ സ്കെയില്, ക്വാളിഫിക്കേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ തന്നിട്ടുണ്ട്. റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി പോകണം. അതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഏജ് ലിമിറ്റും വേക്കൻസീസും ഒക്കെ ഡിഫറെന്റ് ആണ് എല്ലായിടത്തും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പേയ്മെന്റ് എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് താഴോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫേസ് 1 എക്സാമിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. താഴോട്ട് പോവാണ്. റിട്ടൺ ടെസ്റ്റ് ആണ് 50 മാർക്കിന്റെ. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. സിലബസ് ഉണ്ട് ഇവിടെ. സാധാരണ ഉള്ളതുപോലെ തന്നെ 50 മാർക്കാണെന്നേ ഉള്ളൂ. പക്ഷെ സിലബസ് എല്ലാ എക്സാമിനും ഉള്ളതുപോലെയുള്ള സിലബസ് തന്നെയാണ്. ഓക്കെ, ഫിസിക്കലാണ് ആദ്യം കേട്ടോ. എന്നിട്ട് ഫേസ് 3 എന്ന് പറഞ്ഞ ട്രേഡ് ടെസ്റ്റ് ഉണ്ട് ഇവിടെ. താഴോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ബാക്കിയൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കി പോകുക. എല്ലാ എക്സാമിനും ഉള്ളതുപോലെ തന്നെയാണ് ഇതും. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.